പ്രിയപ്പെട്ട +2 പൊളിറ്റിക്കൽ സയൻസിലെ +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 18 ചാപ്റ്ററിലെയും വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് ഉപകാരമാണെന്ന് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഇന്ന് തന്നെ പ്രതികരണം അറിയിച്ചാൽ നമുക്ക് 3 മാർക്കും അതേപോലെ എസ്സേ ടൈപ്പും ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ 1 അതാണ് ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളി. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ദ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അഥവാ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്താണ്? ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള അതല്ലെങ്കിൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ച് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അഥവാ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ വിഭജനം ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ റിലീജിയസ് മെജോറിറ്റി ആയിരുന്നു, മതഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജൂൺ 3 ഡിക്ലറേഷനിലൂടെയാണ് ഇന്ത്യ വിഭജനം ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കുന്നത്. പിന്നെ 2 നേഷൻ തിയറി, ദ്വിരാഷ്ട്രവാദം, ഇത് മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗുമാണ് കൊണ്ടുവന്നത്. പിന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, ദ ഫ്രോണ്ടിയർ ഗാന്ധി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അതല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തെ എതിർത്ത നേതാവ് എന്ന് ചോദിച്ചാലും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനാണ്. ഓക്കെ, ഗാന്ധിജി കൊല്ലപ്പെട്ടത് ആരാലാണ്? വിനായക് ഗോഡ്സെയുടെ ഷൂട്ടിലൂടെയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് സംയോജിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു സമ്മതപത്രമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ലേനക്കരാർ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സസ്. അഥവാ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് ഒപ്പിട്ട് നൽകേണ്ട ഒരു സമ്മതപത്രമായിരുന്നു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സസ് അഥവാ ലേനക്കരാർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ ആദ്യമായി സ്വാതന്ത്ര്യം നേടിയ സ്വതന്ത്രം രാജ്യമായി പ്രഖ്യാപിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഓക്കെ, ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണത് പ്രഖ്യാപിച്ചത്. പക്ഷെ അത് ജനകീയ സമരത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. പിന്നെ ഹൈദരാബാദിനെ പറ്റി ചെറിയൊരു ഫാക്ട്. ഹൈദരാബാദിലെ പ്രത്യേകത, ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദിലെ രഹസ്യ പോലീസായിരുന്നു റസാക്കർ. ഇത് സീക്രട്ട് ക്രൂവൽ പോലെ അല്ലെങ്കിൽ പാരാമിലിറ്ററി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമായിരുന്നു റസാക്കർ. അവിടുത്തെ ഭരണാധികാരികൾ നൈസാമുമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഹൈദരാബാദുമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു, അതായിരുന്നു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻറ്റ്. ഓക്കെ, VP മേനോൻ എഴുതിയ ഒരു പുസ്തകമാണ് ട്രാൻസ്ഫർ ഓഫ് പവർ അഥവാ അധികാര കൈമാറ്റം. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം മണിപ്പൂരാണ്. മണിപ്പൂരിലെ രാജാവിൻ്റെ പേര് ബോധചന്ദ്ര സിംഗ്. കാശ്മീരിലെ രാജാവ് രാജാ ഹരി സിംഗ്. ഓക്കെ, ആന്ധ്രാപ്രദേശിൻ്റെ രൂപീകരണത്തിന് കാരണമായ സമരം വിശാലാന്ധ്ര മൂവ്മെൻറ്റ്, അത് നയിച്ച വ്യക്തി പോറ്റി ശ്രീരാമലു ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഭാഷാടിസ്ഥാനത്തിലുണ്ടായ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പിന്നീട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ എന്നാണ് അതിനറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ആന്ധ്രാപ്രദേശ് രൂപീകരിച്ച വർഷം 1953 പ്രഖ്യാപനം ഡിസംബറിൽ വന്നു. ആക്ട് പാസ്സായത് 1953. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത് 1956 നവംബർ 1. 14 സ്റ്റേറ്റുകളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ അന്ന് നിലവിൽ വന്നത്. ചാപ്റ്റർ 2
കുറച്ച് വൺ വേർഡുകൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ, ദ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ ആണ്. ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? ആർട്ടിക്കിൾ 3 to 4. എന്നാണത് നിലവിൽ വന്നത് അറിയോ? 1950 ജാനുവരി 25, അതായത് 1 day ബിഫോർ ദ റിപ്പബ്ലിക്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിൻ്റെ ഓതർ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടി CPI ആണ്. ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി CPI ആണ്. അവർക്ക് കിട്ടിയ സീറ്റ് 16 സീറ്റായിരുന്നു ലോക്സഭയിൽ. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG ആണ്, AK ഗോപാലനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ BR അംബേദ്കർ. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി, ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ തുടങ്ങിയ പാർട്ടികൾ രൂപീകരിച്ചതും BR അംബേദ്കറാണ്. ഹൂ വാസ് ശൂദ്ര, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ഈ 2 പുസ്തകങ്ങളും അംബേദ്കർ രചിച്ചതാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആചാര്യ നരേന്ദ്രവാണ്. CSP, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934. JB കൃപലാനി, അതേപോലെ ജയപ്രകാശ് നാരായണൻ. ടോട്ടൽ റവല്യൂഷൻ്റെ ആളാണ് ജയപ്രകാശ് നാരായണൻ. അദ്ദേഹവും ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ പ്രധാനമായിട്ടും AK ഗോപാലൻ, EMS, SA ഡാംഗെ, PC ജോഷി, അജയ് ഘോഷ്, സുന്ദരയ്യ. പ്രത്യേകിച്ച് AKG ജോഷി, അജയ് ഘോഷ്, SA ഡാംഗെ. ഓക്കെ. ഭാരതീയ ജനസംഘം, 1 ഇന്ത്യ 1 നാഷൻ 1 കൾച്ചർ അഖണ്ഡ ഭാരത് എന്ന ആശയം ഏത് പാർട്ടിയുടേതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് BJS അഥവാ ഭാരതീയ ജനസംഘ്. ശ്യാമപ്രസാദ് മുഖർജിയും ദീൻ ദയാൽ ഉപാധ്യായും കൂടി ഉണ്ടാക്കിയ പാർട്ടിയാണിത്, ഭാരതീയ ജനസംഘ്. സ്വതന്ത്ര പാർട്ടി ശ്രീ രാജഗോപാലാചാരിയും മിന്നു മസായി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. ഇതൊരു ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയാണ്. അതേപോലെ 1959 നാഗ്പൂർ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് അനുകൂല പ്രമേയത്തിൽ പ്രതിഷേധിച്ച് ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട പാർട്ടിയാണിത്, സ്വതന്ത്ര പാർട്ടി. പ്രോ അമേരിക്കൻ, പ്രോ ക്യാപിറ്റലിസ്റ്റ്, ലേസസ് ഫിയർ തിയറി വിശ്വസിക്കുന്ന പാർട്ടിയാണിത്, സ്വതന്ത്ര പാർട്ടി. എ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ ഓതർ ഓഫ് ദ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ M വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇന്ത്യക്കൊരു ആസൂത്രണ വികസനം. ഇന്ത്യക്കൊരു ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്നത് M വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ്. ഫസ്റ്റ്, സെക്കൻഡ് 5 year പ്ലാൻ. ഒന്നാം 5 year പ്ലാൻ്റെ ആർക്കിടെക്റ്റ് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ KN രാജാണ്. സെക്കൻഡ് 5 year പ്ലാൻ്റെ ആർക്കിടെക്റ്റ് PC മഹാലനോബിസ്. 5 year പ്ലാൻ എന്ന പദ്ധതി നമ്മൾ ബോറോ ചെയ്തത് USSRൽ നിന്നാണ്. ഇന്ത്യക്ക് ആസൂത്രണ വികസനം വേണമെന്ന കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ബോംബെ പ്ലാൻ വഴിയാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ഗ്രീൻ റവല്യൂഷൻ, MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവം. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ MS സ്വാമിനാഥ്. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ്, ഇതൊക്കെ പറഞ്ഞാൽ ധവള വിപ്ലവം, പാൽ വിപ്ലവമാണ്. അത് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, പാലുമായി ബന്ധപ്പെട്ട ഡോക്ടർ വർഗീസ് കുര്യൻ. അമൂൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമൂൽ ദ ഫ്ലഡ് റവല്യൂഷൻ അഥവാ ഓപ്പറേഷൻ ഫ്ലഡ്. ഈ മിൽക്ക് റവല്യൂഷൻ എന്നും പറയാം. നീതി ആയോഗ്, അതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് നിലവിൽ വന്നത് ജാനുവരി 2015. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ചൈന ബോർഡർ മക്മോഹൻ ലൈൻ.
ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ റെഡ് ക്ലിഫ്. ഓക്കെ, മറ്റൊരു വൺ വേർഡ്. ചൈന യുദ്ധത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു വി.കെ. കൃഷ്ണമേനോൻ. ബംഗ്ലാദേശ് വാർ 1971 ഈസ്റ്റ് പാകിസ്ഥാൻ വാറിൽ ബംഗ്ലാദേശ് ഉണ്ടായി. ആ വാർ അവസാനിച്ച സമാധാന കരാർ അത് 1971 ഷിംലയിൽ വെച്ച് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് നേതാവ് സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണത് ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ ആണവ നയം രൂപകൽപ്പന ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. പക്ഷെ അതിന് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ HJ ബാബയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയുടെ ആദ്യ അണുപരീക്ഷണത്തിന് നമ്മൾ വിളിച്ചിരുന്ന പേര് ബുദ്ധ ലാഫ്. ബുദ്ധൻ ചിരിക്കുന്നു. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ആദ്യ അണുപരീക്ഷണം നമ്മൾ നടത്തിയത്. രണ്ടാമത്തെ അണുപരീക്ഷണം ഓപ്പറേഷൻ ശക്തി, അതും പൊക്രാനിൽ തന്നെ 1998. ബംഗ്ലാദേശിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുജീബുർ റഹ്മാനാണ്. ടിബറ്റിൻ്റെ ആത്മീയ നേതാക്കളെ വിളിച്ചിരുന്ന പേരാണ് ദലൈ ലാമകൾ. ആയാറാം ഗയാറാം എന്ന പ്രയോഗം ഡിഫെക്ഷനും ആൻറ്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടത്, അഥവാ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രയോഗമാണ് ആയാറാം ഗയാറാം. പിന്നെ നോൺ കോൺഗ്രസിസം എന്ന ആശയം രാം മനോഹർ ലോഹിയ കൊണ്ടുവന്ന ഒരു ആശയമാണ്. നോൺ കോൺഗ്രസിസം, രാം മനോഹർ ലോഹിയ. 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്തത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി ഗിരി ആയിരുന്നു. വി ഗിരി അന്നത്തെ ഉപരാഷ്ട്രപതിയും സഞ്ജീവ റെഡ്ഡി അന്നത്തെ ലോക്സഭയുടെ സ്പീക്കറുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് വി ഗിരി ആയിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി ഗിരി ആയിരുന്നു. 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അനുയായികളോട് ഏതുതരം വോട്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? കൺസെൻസ് വോട്ട് അഥവാ മനസാക്ഷി വോട്ട് എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കെ കാമരാജ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ഓക്കെ. 1967 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ സഖ്യത്തെ വിളിച്ചിരുന്ന പേര് നോൺ കോൺഗ്രസിസം എന്നാണ്. കോൺഗ്രസ് ഇതരത്വം. 1971 5ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ സഖ്യം ഗ്രാൻഡ് അലിയൻസ് ആയിരുന്നു, മഹാസഖ്യമായിരുന്നു. അവരുടെ മുദ്രാവാക്യം ഇന്ദിര ഹഠാവോ ആയിരുന്നു. ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ആ തെരഞ്ഞെടുപ്പിൽ 5ാം പൊതു തെരഞ്ഞെടുപ്പിൽ അഥവാ 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ആവിഷ്കരിച്ച മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ. 65 യുദ്ധവേളയിൽ സൈന്യത്തിന് ഊർജം നൽകുന്നതിന് വേണ്ടി ലാൽ ബഹദൂർ ശാസ്ത്രി ആവിഷ്കരിച്ചൊരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയമാരുടെയാണ് ജയപ്രകാശ് നാരായണനാണ് അതിൻ്റെ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. 1974 റെയിൽവേ സമരത്തിന് നേതൃത്വം നൽകിയ അഖിലേന്ത്യാ റെയിൽവേ സംഘടനകളുടെ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ്റെ ചെയർമാൻ ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. അതായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. 1975 ജൂൺ 25 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥയിലെ പോലീസ് അതിക്രമങ്ങളെ പറ്റി പഠിക്കാൻ ജനതാ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ഷാ കമ്മീഷൻ. അടിയന്തരാവസ്ഥയിലെ പോലീസ് അതിക്രമങ്ങൾക്ക് ഉദാഹരണമാണ് കേരളത്തിൽ ആരുടെ രക്തസാക്ഷിത്വം എന്നൊരു ചോദ്യം വന്നാൽ രാജൻ, മുക്കം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരുന്ന രാജൻ്റെ കസ്റ്റഡി മരണമാണ് അടിയന്തരാവസ്ഥയിലെ കേരളത്തിലെ പോലീസ് അതിക്രമങ്ങൾക്കുള്ള ഒരു ഉദാഹരണം. കോൺഗ്രസ് അല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി
നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. ഇവിടെ മാറരുത്, ഈ ക്വസ്റ്റ്യൻ കുറേ വട്ടം ചോദിക്കുന്നതാണ്. നിങ്ങൾ ജവഹർലാൽ നെഹ്റു ഇതല്ല. കോൺഗ്രസ് അല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. നക്സലൈറ്റ് പ്രസ്ഥാനം രൂപീകരിച്ചത് ചാരൂം മജുംദാറാണ്. ചാരൂം മജുംദാർ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. അതേപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന ഒരു പോപ്പുലർ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്ര, ഗുജറാത്ത് കേന്ദ്രീകരിച്ച്. അതിൻ്റെ നേതാവ് മേധാ പട്കർ. MKS വിവരാവകാശവുമായി ബന്ധപ്പെട്ട സംഘടന എന്ന് ചോദിച്ചാൽ MKSS ആണ്. MKSS. ചിലപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്നാണ് MKSSൻ്റെ ഫുൾ ഫോം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ദളിത് പാന്തേസ് രൂപീകരിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ്. ദളിത് പാന്തേസ് രൂപീകരിച്ചത് മഹാരാഷ്ട്രയിലാണ്. കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. നാഷണൽ കോൺഫറൻസിൻ്റെ ലീഡറായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. DK ദ്രാവിഡ കഴകം രൂപീകരിച്ചത് EV രാമസ്വാമി നായ്ക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ EV രാമസ്വാമി നായ്ക്കറുടെ ഓമനപ്പേര് പെരിയാർ. പെരിയാർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. ഖാലിസ്ഥാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അകാലിദളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അകാലിദൾ രൂപീകരിച്ചത് മാസ്റ്റർ താരാ സിംഗ്. പഞ്ചാബ് അക്കോർഡിൽ ഒപ്പുവെച്ച വ്യക്തികൾ രാജീവ് ഗാന്ധിയും ഹർചന്ദ് സിംഗ് ലോങ്കോവാളും. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നേതൃത്വം ഉത്തരവിട്ട പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് കാരണമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ കൊല്ലപ്പെട്ട തീവ്ര അകാലി നേതാവായിരുന്നു ഭിന്ദ്രൻവാല. മിസോ നാഷണൽ ഫ്രണ്ട് MNF, അതിൻ്റെ സ്ഥാപക നേതാവ് ലാൽ ഡങ്കെയാണ്. MNF ലാൽ ഡങ്കെ. ഗോവ ലിബറേഷന് നേതൃത്വം നൽകിയത് ജനറൽ ചൗധരിയാണ്. ഗോവയെ പോർച്ചുഗീസിൽ നിന്ന് മോചിപ്പിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഈ രണ്ടാം OBC കമ്മീഷൻ്റെ പേര് മണ്ഡൽ കമ്മീഷൻ എന്നാണ്. VP മണ്ഡൽ കമ്മീഷനാണ്. സെക്കൻഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കമ്മീഷൻ, OBC കമ്മീഷൻ. BSP എന്ന പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചത് ബഹുജൻ OBC പൊളിറ്റിക്സ് പാർട്ടിയാണ് BSP. അത് രൂപീകരിച്ചത് കാൻഷിറാമാണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസിൽ ഉൾപ്പെട്ട വ്യക്തികൾ. അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ നേതാവായിരുന്ന ക്രിസ്ചേവ്, ക്യൂബയുടെ ആ സമയത്തെ പ്രസിഡന്റ് ഫെഡറൽ കാസ്ട്രോ, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, ഫിഡൽ കാസ്ട്രോ, ക്രിസ്ചേവ്. ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച്. പോപ്പുലറൈസ് ചെയ്തത് വാൾട്ടർ ലിപ്മാൻ ആണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ് നാറ്റോ, സീറ്റോ, സെൻഡോ. എന്നാൽ അതിന് പകരമായിട്ട് USSRൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സഖ്യമായിരുന്നു വാഴ്സ പാക്ട്. നാറ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. സീറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻഡോ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. വാഴ്സ അത് USSRൻ്റെ നേതൃത്വത്തിലുണ്ടായതാണ്. മറ്റേ മൂന്ന് നാറ്റോ, സീറ്റോ, സെൻഡോ USA നേതൃത്വത്തിലുള്ളതാണ്. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച വ്യക്തി ജമാൽ അബ്ദുൽ നാസർ. ഫുൾ ഫോം LTBT എന്ന് വെച്ചാൽ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. LTBT. NPT എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി. ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയാണ് NPT. ABMT എന്ന് വെച്ചാൽ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി. NIO ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഓർഡറിനാണ് NIEO എന്ന് പറയപ്പെടുന്നത്. NAM നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അഥവാ
അലൈൻമെൻറ്റ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അഥവാ ചേരിചേര പ്രസ്ഥാനം. ഓക്കെ. NPT, LTBT അഥവാ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, NPT നോൺ പ്രോലിഫറേറ്റിംഗ് ട്രീറ്റി, SALT I സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടാക്സ് അഥവാ തന്ത്രപ്രധാന ആയുധങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറാണ് SALT I. SALT II, START I, START II. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി, തന്ത്രപ്രധാന ആയുധങ്ങളുടെ കുറക്കലിന് വേണ്ടിയിട്ടുള്ള കരാർ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിനെ പുനർനിർമ്മിക്കുന്നതിന് അമേരിക്കൻ നടപ്പിലാക്കിയ പദ്ധതി മാർഷൽ പ്ലാനാണ്. മാർഷൽ പ്ലാൻ. യൂറോപ്യൻ യൂണിയൻ്റെ ടൈം ലൈൻ. യൂറോപ്യൻ എക്കണോമിക് കോപ്പറേഷൻ, കൗൺസിൽ ഓഫ് യൂറോപ്പ്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ദെൻ യൂറോ. ഗ്ലാസ്നോസ്റ്റ, പെരിസ്ട്രോയ്ക്ക എന്നീ രണ്ട് നയങ്ങളുടെ വക്താവ് ആരായിരുന്നു? അതായിരുന്നു മിഖായൽ ഗോർബച്ചേവ്. മിഖായൽ ഗോർബച്ചേവിൻ്റെ രണ്ട് പോളിസിയാണ് ഗ്ലാസ്നോസ്റ്റ, പെരിസ്ട്രോയ്ക്ക. ദെൻ പിന്നെ CIS. എന്നാൽ USSRന്ന് സ്വന്തം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് CIS. USSRൻ്റെ പിന്തുടർച്ച ഉള്ള രാജ്യം റഷ്യയാണ്. പിന്നെ ഇനി അമേരിക്കൻ ഹെജിമണിയിൽ നിന്ന് 1-2 വൺവേഡുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാം ഗൾഫ് യുദ്ധത്തെ പറയുന്ന പേരാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. മരുഭൂമിയിലെ കൊടുങ്കാറ്റ് എന്നാണ് അതിൻ്റെ മലയാളം. അതല്ലെങ്കിൽ അതിനെ മദർ ഓഫ് ഓൾ വാർ, എല്ലാ യുദ്ധങ്ങളുടെയും മാതാവ് എന്നും ഒന്നാം ഗൾഫ് യുദ്ധത്തെ അറിയപ്പെടും. ഒന്നാം ഗൾഫ് യുദ്ധം കുവൈറ്റിന് ഇറാഖിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരുന്നു. ഇതിനെ വീഡിയോ ഗെയിം വാർ എന്നെല്ലാം വിളിക്കുന്നത് ഒന്നാം ഗൾഫ് യുദ്ധം തന്നെയാണ്. പിന്നെ ബിൽ ക്ലിൻ്റൻ്റെ കാലത്ത് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്ന പേരിൽ ഒരു അൽഖായ്ദകൾക്കെതിരാൽ അഫ്ഗാനിസ്ഥാനിലെയും കെനിയയിലെയും നൈറോബിയിലെയൊക്കെ അൽഖായ്ദ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക ഒരു ബോംബാക്രമണം നടത്തിയിരുന്നു. അതിനെ പറിച്ച പേരാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. സെപ്റ്റംബർ അറ്റാക്കിനെ തുടർന്ന് 2001 അമേരിക്ക അൽഖായ്ദക്കെതിരെ ലോകത്താകമാനം നടത്തിയ ഒരു യുദ്ധത്തിൻ്റെ പ്രഖ്യാപനം ഗ്ലോബൽ വാർ ഓൺ ടെറർ അഥവാ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം. 2003 അമേരിക്ക ഇറാഖിൽ നടത്തിയ യുദ്ധം ഓപ്പറേഷൻ ഇറാഖ് ഇൻവെൻഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡമാണ്. ഓക്കെ. ആധുനിക ചൈനയുടെ പിതാവ് ജൗവൻലായിയാണ്. പിന്നെ ഓപ്പൺ ഡോർ പോളിസി ഡെങ് സിയാവോ പിങ്. പിന്നെ ഫുൾ ഫോമാണ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, സാർക്ക്. ഓക്കെ. സാഫ്റ്റ, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. സാഫ്റ്റ, SAFTA, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അഗ്രിമെൻറ്റ്, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആണ്, അസോസിയേഷൻ അല്ല, അഗ്രിമെൻറ്റ്. സാഫ്റ്റ. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ജോയിൻ ചെയ്തത് 1945 ഒക്ടോബർ 30-നാണ്. ഇത് എന്നാണ് UN ഡേ? 1945 ഒക്ടോബർ 24-നാണ് UN നിലവിൽ വരുന്നത്. UN ഡേ ഒക്ടോബർ 24-ആണ്. ഏത് പ്രഖ്യാപനം? സാൻ ഫ്രാൻസിസ്കോ പ്രഖ്യാപനം വഴിയാണ് സത്യത്തിൽ UN ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഏകദേശമൊക്കെ ഇത്ര ഉണ്ടാവുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം.